നമസ്കാരം, എല്ലാവർക്കും ടേക്കി ക്യൂസിലേക്ക് സ്വാഗതം. നമ്മളൊരു 31 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നടത്തുകയാണ്. ഇതിൽ കറണ്ട് അഫയേഴ്സിൽ ഇന്ന് വരുന്ന ടോപ്പിക്കാണ് നൊബേൽ പ്രൈസ്. ഇതിൽ 2024, 2023, 2022 നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF നോട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നൊബേൽ സമ്മാനം. ആദ്യം നമുക്ക് 2024 നൊബേൽ സമ്മാനങ്ങൾ നോക്കാം. അതിനു മുമ്പ് ഒരു നൊബേൽ സമ്മാനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. വിവിധ മേഖലകളിൽ മനുഷ്യരാശിക്ക് നിർണായക സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഏറ്റവും അഭിമാനകരമായ പുരസ്കാരമാണ് നൊബേൽ സമ്മാനം. ഡൈനാമൈറ്റിൻ്റെ കണ്ടുപിടുത്തത്തിന് പേരുകേട്ട സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് നൊബേലാണ് 1895 ഇത് സ്ഥാപിച്ചത്. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം, സമാധാനം എന്നീ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. സ്വീഡിഷ് അക്കാദമി സാഹിത്യത്തിനും, കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനും, റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് ഫിസിക്സ്, കെമിസ്ട്രി, ഇക്കണോമിക്സ് എന്നിവയ്ക്കും സമ്മാനം നൽകുന്നു. ഓസ്ലോ ആസ്ഥാനമായുള്ള നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നത്. ആൽഫ്രഡ് നൊബേൽ എഴുതിയ വിൽപത്രത്തിൽ നിന്നാണ് അവാർഡുകൾക്കുള്ള സമ്മാനത്തുക. ആൽഫ്രഡ് നൊബേലിന്റെ ചരമവാർഷിക ദിനമായ ഡിസംബർ 10 നൊബേൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പോൾ വിവിധ മേഖലകളിൽ മനുഷ്യരാശിക്ക് നിർണായക സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു പുരസ്കാരമാണ് നൊബേൽ സമ്മാനം. ഈ നൊബേൽ സമ്മാനം എന്നൊരു പുരസ്കാരം സ്ഥാപിച്ചത് ആൽഫ്രഡ് നൊബേലാണ്. 1895 അദ്ദേഹം ഡൈനാമൈറ്റിന്റെ കണ്ടുപിടുത്തത്തിന് പേരുകേട്ട സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരുന്നു. 6 വിഷയങ്ങളിലാണ് പുരസ്കാരം നൽകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം, സമാധാനം എന്നിങ്ങനെ 6 മേഖലകളിലാണ് പുരസ്കാരം. സ്വീഡിഷ് അക്കാദമിയാണ് സാഹിത്യത്തിന് പുരസ്കാരം നൽകുന്നത്. കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനും, റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് ഫിസിക്സ്, കെമിസ്ട്രി, ഇക്കണോമിക്സ് എന്നിവയ്ക്കും, ഓസ്ലോ ആസ്ഥാനമായുള്ള നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നത്. ആൽഫ്രഡ് നൊബേൽ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വെച്ച വിൽപത്രത്തിൽ നിന്നാണ് അവാർഡുകൾക്കുള്ള സമ്മാനത്തുക കണ്ടെത്തുന്നത്. ആൽഫ്രഡ് നൊബേലിന്റെ ചരമവാർഷിക ദിനമായ ഡിസംബർ 10 നൊബേൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ 10 നൊബേൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പൊ ഡിസംബർ 10 വേറൊരു ദിനം കൂടിയായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. ഇനി 2024 നൊബേൽ സമ്മാന ജേതാക്കൾ ആരെല്ലാമെന്ന് നോക്കാം. വൈദ്യശാസ്ത്രം. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ US സ്വദേശികളായ വിക്ടർ അംബ്രോസിനും ഗാരി റോവ്കിനുമാണ്. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും ജീൻ ക്രമപ്പെടുത്തലിൽ അവ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുമുള്ള പഠനത്തിനാണ് പുരസ്കാരം. അപ്പോൾ പേരുകൾ ഓർത്തു വയ്ക്കുക. US സ്വദേശികളായ വിക്ടർ അംബ്രോസ്, ഗാരി റോവ്കിൻ എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും ജീൻ ക്രമപ്പെടുത്തലുകളിൽ അവ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുമുള്ള പഠനത്തിനാണ് പുരസ്കാരം. പുതിയ ക്ലാസ് മൈക്രോ RNA ആണ് രണ്ടുപേരും കണ്ടെത്തിയത്. സിനോറാബ്ഡിറ്റിസ് എലഗൻസ് എന്ന ഇനം ഉരുണ്ട വിരകളിലായിരുന്നു രണ്ടുപേരുടെയും പരീക്ഷണം. സിനോറാബ്ഡിറ്റിസ് എലഗൻസ് എന്ന ഒരു തരം ഉരുണ്ട വിരകളിലായിരുന്നു രണ്ടുപേരുടെയും പരീക്ഷണം. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചവരാണ് വിക്ടർ അംബ്രോസ്, ഗാരി റോവ്കിൻ. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും ജീൻ ക്രമപ്പെടുത്തലിൽ അവ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുമുള്ള പഠനത്തിനാണ് പുരസ്കാരം. US സ്വദേശികളാണ് രണ്ടുപേരും. അടുത്തത് ഇതാണ് അവരുടെ ചിത്രം, വിക്ടർ അംബ്രോസും ഗാരി റോവ്കിനും. അടുത്തത് ഭൗതികശാസ്ത്രം. 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജോൺ ജെ ഹോഫീൽഡിനും ജെഫ്രി ഹിൻറ്റനുമാണ് ലഭിച്ചത്. ജെഫ്രി ഹിൻറ്റൺ ആൻഡ് ജോൺ ഹോഫീൽഡ്, ഈ 2 പേർക്കുമാണ് 2024 ഭൗതികശാസ്ത്രത്തിനുള്ള പുരസ്കാരം. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം. അപ്പോൾ 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജോൺ ജെ ഹോഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻറ്റൺ. ജോൺ ജെ ഹോഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻറ്റൺ എന്നിവർക്കാണ് പുരസ്കാരം. ഇവർ രണ്ടുമാണ്, ജോൺ ജെ ഹോഫീൽഡും ജെഫ്രി ഹിൻറ്റണുമാണ് ഇവർ. അവ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം. അടുത്തത് രസതന്ത്രത്തിനുള്ള പുരസ്കാരമാണ്. രസതന്ത്രത്തിനുള്ള പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് അസാബിസ്, ജോൺ എം ജംബർ. ഡേവിഡ് ബേക്കറും ജോൺ എം ജംബറും USA സ്വദേശികളാണ്.
ഡെമിസ് ഹസാബിസ് UK സ്വദേശിയാണ്. രസതന്ത്രത്തിനുള്ള 2024 നൊബേൽ സമ്മാനം ഒരു പകുതി ഡേവിഡ് ബേക്കറിനും മറ്റേ പകുതി സംയുക്തമായി ഡെമിസ് ഹസാബിസിനും ജോൺ ചെമ്പറിനും നൽകി. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം. 1990-കളിൽ രൂപം നൽകിയ റോസെറ്റ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചാണ് പ്രോട്ടീൻ ഘടന തിരിച്ചറിഞ്ഞത്. അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീൻ്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ ആൽഫ ഫോൾഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിനാണ് ഗൂഗിൾ ശാസ്ത്രജ്ഞരായ ഡെമിസ് ഹസാബിസിനും ജോൺ ചെമ്പർക്കും പുരസ്കാരം. 2020-ലാണ് ആൽഫ ഫോൾഡ് 2 എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. രസതന്ത്രത്തിനുള്ള പുരസ്കാരം ഡേവിഡ് ബേക്കറിനും ഡെമിസ് ഹസാബിസിനും ജോൺ M ചെമ്പറിനുമാണ്. ഡേവിഡ് ബേക്കറിന് എന്തിനാണ് പുരസ്കാരം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം. 1990-കളിൽ രൂപം നൽകിയ റോസെറ്റ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചാണ് പ്രോട്ടീൻ ഘടന തിരിച്ചറിഞ്ഞത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം. മറ്റു രണ്ടു പേർക്കും ഡെമിസ് ഹസാബിസിനും ജോൺ M ചെമ്പറിനും എന്തിനാണ് പുരസ്കാരം എന്ന് വെച്ചാൽ അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീൻ്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ ആൽഫ ഫോൾഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് രണ്ടുപേർക്കും, അതായത് ഡെമിസ് ഹസാബിസിനും ജോൺ ചെമ്പർക്കും പുരസ്കാരം. 2020-ലാണ് ആൽഫ ഫോൾഡ് 2 എന്ന സാങ്കേതിക വിദ്യ ഇവർ വികസിപ്പിച്ചത്. മറ്റേത് ഡേവിഡ് ബേക്കർ 1990-ൽ രൂപം നൽകിയ റോസെറ്റ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചാണ് പ്രോട്ടീൻ ഘടന വേർതിരിച്ചത്. മെയിനായിട്ട് ഓർത്തു വയ്ക്കേണ്ട കാര്യം പ്രോട്ടീൻ്റെ ഘടന തിരിച്ചറിയുന്നതിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്കാണ് ഇവർക്ക് 3 പേർക്കും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. രസതന്ത്രത്തിനുള്ള പുരസ്കാരം ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ M ചെമ്പർ. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക നൊബേൽ 3 പേർക്കാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2024-ലെ നൊബേൽ പുരസ്കാരം ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് A റോബിൻസൺ എന്നിവർക്കാണ് ലഭിച്ചത്. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇത്തവണത്തെ നൊബേൽ സമ്മാനം. യൂറോപ്യൻ കോളനി വാഴ്ചക്കാർ സ്ഥാപിച്ച രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർ സ്ഥാപനങ്ങളും സമൃദ്ധിയും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചതായി നൊബേൽ പുരസ്കാര സമിതി വിലയിരുത്തി. അസെമോഗ്ലുവും ജോൺസണും US-ലെ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരാണ്. റോബിൻസൺ ഷിക്കാഗോ സർവകലാശാലയിലെ പ്രൊഫസറുമാണ്. അപ്പോൾ ഡാരൻ അസെമോഗ്ലു തുർക്കി സ്വദേശിയാണ്, സൈമൺ ജോൺസൺ ബ്രിട്ടീഷ് അമേരിക്കനാണ്, ജെയിംസ് റോബിൻസൺ ബ്രിട്ടൻ സ്വദേശിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം ലഭിച്ചവരാണ് ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് A റോബിൻസൺ, ഡാരൻ അസെമോഗ്ലു. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇത്തവണത്തെ നൊബേൽ സമ്മാനം. ഈ 2 ലൈൻ മാത്രം ഓർത്തു വയ്ക്കുക, പേരും പിന്നെ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇത്തവണത്തെ നൊബേൽ സമ്മാനം. ഇത് മാത്രം ഓർത്തു വയ്ക്കുക. സാഹിത്യ നൊബേൽ പുരസ്കാരം ഹാൻ കാങ്ങിനാണ്. ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻ കാങ്. സാഹിത്യത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്ങിന്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നുകാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യാത്മക ഗദ്യത്തിനാണ് പുരസ്കാരം. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന 18ാമത് വനിതയാണ് ഹാൻ കാങ്. സാഹിത്യത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം ലഭിച്ചത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നുകാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യാത്മക ഗദ്യത്തിനാണ് പുരസ്കാരം. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന 18ാമത് വനിതയാണ് ഹാൻ കാങ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയും ആദ്യത്തെ ഏഷ്യൻ വനിതയുമാണ് അവർ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയും ആദ്യത്തെ ഏഷ്യൻ വനിതയുമാണ് ഹാൻ കാങ്. നൊബേൽ പുരസ്കാരം നേടുന്ന 2ാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിയാണ് ഹാൻ കാങ്. ആദ്യ വ്യക്തി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിരുന്ന കിം ദേ ജംഗിനാണ്. അദ്ദേഹത്തിന് 2000-ൽ സമാധാന സമ്മാനം ലഭിച്ചിരുന്നു. 2007-ൽ പുറത്തിറങ്ങിയ ദ വെജിറ്റേറിയൻ എന്ന നോവലാണ് ഹാൻ കാങ്ങിന്റെ പ്രധാന രചന. 2016-ൽ ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. ദ വെജിറ്റേറിയൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് CV ബാലകൃഷ്ണൻ ആണ്. അപ്പോൾ ഹാൻ കാങ്ങിന്റെ പ്രശസ്തമായ നോവലാണ് ദി വെജിറ്റേറിയൻ. അതിനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നൽകിയത് മലയാളം കഥാകൃത്തായ CV ബാലകൃഷ്ണനാണ്. ഹാൻ കാങ്ങിന്റെ പ്രധാന കൃതികൾ ദ വൈറ്റ് ബുക്ക്, ഹ്യൂമൻ ആക്ട്സ്, ഗ്രീക്ക് ലെസൺസ് എന്നിവയാണ്. അപ്പോൾ സാഹിത്യത്തിനുള്ള
പുരസ്കാരം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ് ആണ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ്. ഹാൻകാങ്ങിൻ്റെ പ്രധാന രചനയാണ് ദി വെജിറ്റേറിയൻ. പിന്നെ നൊബേൽ പുരസ്കാരം നേടുന്ന 18ാമത്തെ വനിതയാണ് ഹാൻകാങ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയും ആദ്യത്തെ ഏഷ്യൻ വനിതയുമാണ് അവർ. നൊബേൽ പുരസ്കാരം നേടുന്ന 2ാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിയാണ്. ആദ്യ വ്യക്തി കിം ദേ ജംഗ് 2000-ൽ സമാധാന സമ്മാനം ലഭിച്ചിരുന്നു. 2007-ൽ പുറത്തിറങ്ങിയ ദി വെജിറ്റേറിയൻ എന്ന നോവലാണ് പ്രധാന രചന. പിന്നെ ദ വെജിറ്റേറിയൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് CV ബാലകൃഷ്ണനാണ്. ഹാൻകാങ്ങിന്റെ പ്രധാന കൃതികളാണ് ദ വൈറ്റ് ബുക്ക്, ഹ്യൂമൻ ആക്ട്സ്, ഗ്രീക്ക് ലെസൺസ് എന്നിവ. സമാധാനം. അടുത്തത് സമാധാനത്തിലുള്ള നൊബേൽ ആർക്കാണ് നോക്കാം. 2024 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നിഹോൻ ഹിഡൻക്യോ എന്ന സംഘടനയ്ക്കാണ്. നിഹോൻ ഹിഡൻക്യോയുടെ സിംബലാണിത്. ജാപ്പനീസ് സംഘടനയായ നിഹോൻ ഹിഡൻക്യോ. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് അതിജീവിച്ചവരുടെ ഈ ഗ്രാസ് റൂട്ട് പ്രസ്ഥാനം ഹിബാകുഷ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിഹോൻ ഹിഡൻക്യോ എന്നത് ഹിബാകുഷ എന്നും അറിയപ്പെടുന്നു. ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് A&H ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ എന്നാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര്. 1956-ലാണ് ഇത് രൂപീകരിച്ചത്. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം നേടാനുള്ള ഇതിൻ്റെ ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന ആഹ്വാനത്തിനുമാണ് അംഗീകാരം. അപ്പോൾ 2024 സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഒരു വ്യക്തിയല്ല, ഒരു സംഘടനയാണ്. നിഹോൻ ഹിഡൻക്യോ എന്നാണ് സംഘടന. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് അതിജീവിച്ചവരുടെ ഒരു ഗ്രാസ് റൂട്ട് പ്രസ്ഥാനമാണിത്. ഹിബാകുഷ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ നെയിം എന്നത് ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് A&H ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ എന്നാണ്. 1956-ലാണ് ഇത് രൂപീകരിച്ചത്. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം നേടാനുള്ള അതിൻ്റെ ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന ആഹ്വാനത്തിനുമാണ് അംഗീകാരം. അപ്പോൾ ഇത്രയാണ് 2024 നൊബേൽ പുരസ്കാരങ്ങൾ. ഇത് ഒന്ന് നന്നായിട്ട് വായിക്കുക, അപ്പം മനസ്സിൽ പറഞ്ഞു നിൽക്കും. നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക, അതിൻ്റെ കൂടെ ഞാൻ തരുന്ന PDF നോട്ട് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല, പേരുകളൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. ഇനി അടുത്തത് 2023 നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയെന്ന് നോക്കാം. 2024 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം കാറ്റലിൻ കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ്. രണ്ടുപേരും യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ ശാസ്ത്രജ്ഞരാണ്. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ സഹായിച്ച ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് ഇവരെ അവാർഡിന് അർഹരാക്കിയത്. അപ്പോൾ 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ്. രണ്ടുപേരും USA സ്വദേശികളാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ ശാസ്ത്രജ്ഞരാണ് ഇവർ. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ സഹായിച്ച ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവരെ അവാർഡിന് അർഹരാക്കിയത്. അടുത്തത് ഭൗതിക ശാസ്ത്ര നൊബേൽ പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആനി എൽ ഹൂലിയർ എന്നിവർക്കാണ് പുരസ്കാരം. പിയറി അഗസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആനി എൽ ഹൂലിയർ എന്നിവർക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ. ഇതിൽ പിയറി അഗസ്റ്റിനി ഫ്രാൻസ് സ്വദേശിയാണെങ്കിലും ഒരു USA ഗവേഷകനാണ്. ഫെറൻസ് ക്രൗസ് ഓസ്ട്രിയ ഹംഗറി സ്വദേശി ജർമ്മൻ ഗവേഷകനാണ്. ആനി എൽ ഹൂലിയർ സ്വീഡൻ സ്വദേശിയാണ്, ഒരു സ്വീഡിഷ് ഗവേഷകയുമാണ്. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് പുരസ്കാരം. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് പേരുകളും പിന്നെ അറ്റോസെക്കൻഡ് പൾസുകൾ എന്ന ഒരു വേർഡാണ്. പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ്, ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് പുരസ്കാരം. ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചത് പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആനി എൽ ഹൂലിയർ എന്നിവർക്കാണ്. അടുത്തത് ഭൗതികശാസ്ത്ര നൊബേൽ നേടുന്ന 5ാമത്തെ വനിതയാണ് ആനി എൽ ഹൂലിയർ. ഇതിനു മുമ്പ് ഭൗതികശാസ്ത്ര നൊബേൽ നേടിയ വനിതകൾ ആരൊക്കെയെന്ന് നോക്കാം. മാരി കൂറി 1903, മരിയ ഗോപ്പർട്ട് മേയർ 1963, ഡോണ സ്ട്രിക്ലാൻഡ് 2018, ആൻഡ്രിയ ഗസ്റ്റ് 2020. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ. ഇവർ 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ നേടിയത് ക്ലോഡിയ ഗോൾഡിനാണ്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മെച്ചപ്പെടുത്തിയതിനാണ് പുരസ്കാരം. USA സ്വദേശിയായ ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ മെച്ചപ്പെടുത്തിയതിനാണ് പുരസ്കാരം. അടുത്തത് സമാധാന നൊബേൽ. 2023 സമാധാന നൊബേൽ ലഭിച്ചത്
നർഗേസ് മുഹമ്മദി എന്നൊരു സ്ത്രീക്കാണ്. ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിന് എതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനും അവർ നടത്തിയ പോരാട്ടത്തിനാണ് പുരസ്കാരം. അപ്പോൾ നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാന പുരസ്കാരം. ഇറാൻ വംശജയാണ്. ഇറാനിലെ വനിതകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനും അവർ നടത്തിയ പോരാട്ടത്തിനാണ് പുരസ്കാരം. അടുത്ത സാഹിത്യ നോവൽ. യോൺ ഫോസിനായിരുന്നു സാഹിത്യ നോബൽ. 2023 സാഹിത്യ നോബൽ. നോർവേ സ്വദേശിയാണ്. ഗദ്യ സാഹിത്യത്തിനും നാടകത്തിനും നൽകിയ സംഭാവനകൾക്കാണ് യോൺ ഫോസിന് പുരസ്കാരം. നാടകം, നോവൽ, കവിത, ലേഖനം, ബാലസാഹിത്യം, വിവർത്തനം തുടങ്ങിയ ശാഖകളിലായി 70ലേറെ രചനകൾ നടത്തിയിട്ടുള്ള ഫോസി യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തരായ സമകാല നാടകകൃത്തുക്കളിൽ ഒരാളാണ്. യോൺ ഫോസിന് ഗദ്യ സാഹിത്യത്തിനും നാടകത്തിനും നൽകിയ സംഭാവനകൾക്കാണ് പുരസ്കാരം. നാടകം, നോവൽ, കവിത, ലേഖനം, ബാലസാഹിത്യം, വിവർത്തനം തുടങ്ങിയ ശാഖകളിലായി 70ലേറെ രചനകൾ നടത്തിയിട്ടുള്ള ഫോസെ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തരായ സമകാലിക നാടകകൃത്തുക്കളിൽ ഒരാളാണ്. അടുത്തത് 2022 നോബൽ പുരസ്കാരം കൂടി നമുക്ക് നോക്കി വയ്ക്കാം. PSC ഏത് ചോദിക്കുന്നു നമുക്ക് ഉറപ്പില്ല, അപ്പോൾ എല്ലാം നോക്കി വയ്ക്കണം. 2022 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് സ്വാൻഡെ പേബു എന്ന സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനാണ്. ഹോമിനിൻസിൽ നിന്ന് ഇപ്പോഴത്തെ മനുഷ്യവിഭാഗമായ ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നതെന്ന് കണ്ടെത്തിയ ഗവേഷണത്തിനാണ് പുരസ്കാരം. അപ്പോൾ 2022 വൈദ്യശാസ്ത്ര നോബൽ സ്വാൻഡെ പേബു എന്ന സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനായിരുന്നു. ഹോമിനിൻസിൽ നിന്ന് ഇപ്പോഴത്തെ മനുഷ്യവിഭാഗമായ ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നതെന്ന് കണ്ടെത്തിയ ഗവേഷണത്തിനായിരുന്നു പുരസ്കാരം. 2022 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. അലൈൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലൗൺസർ, ആന്റൺ സെയിൻലിങ്കർ 3 പേർക്കാണ് പുരസ്കാരം. ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനകൾക്കായിരുന്നു പുരസ്കാരം. ക്വാണ്ടം മെക്കാനിക്സിന് നൽകിയ നിർണായക സംഭാവനകൾക്കായിരുന്നു ഇവർക്ക് പുരസ്കാരം. അടുത്തത് സാമ്പത്തിക ശാസ്ത്ര നോബൽ 3 പേർക്കിലായിരുന്നു ലഭിച്ചത്. USA സ്വദേശികളായ ബെൻ എസ് ബെർനാങ്കെ, ഡഗ്ലസ് W ഡയമണ്ട്, ഫിലിപ്പ് H ഡൗബിംഗ്. ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണമാണ് ഇവരെ നൊബേലിന് അർഹരാക്കിയത്. അപ്പോൾ ബെൻ എസ് ബെർനാങ്കെ, ഡഗ്ലസ് W ഡയമണ്ട്, ഫിലിപ്പ് H ഡൗബിംഗ് ഇന്ന് 3 പേർക്കായിരുന്നു 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ. ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണമാണ് ഇവരെ നൊബേലിന് അർഹരാക്കിയത്. 2022 രസതന്ത്ര നോബൽ 3 പേർക്കാണ് ലഭിച്ചത്. കരോളിൻ R ബർട്ടോസി, മോർട്ടൻ മെൽഡൻ, ബാരി ഷാർപ്ലസ് എന്നിവർക്കാണ് 2022 രസതന്ത്ര നോബൽ. ക്ലിക്ക് കെമിസ്ട്രിയിലെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയിലെയും സംഭാവനകൾക്കാണ് പുരസ്കാരം. അടുത്തത് സമാധാന നോബൽ. 2022 സമാധാന നോബൽ ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനായ അലിസ് ബിയാലിയാറ്റ്സ്കിക്കും മനുഷ്യാവകാശ സംഘടനകളായ മെമ്മോറിയൽ, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്നീ സംഘടനകൾക്കുമാണ് പുരസ്കാരം. അപ്പോൾ 3 പേർക്കായിരുന്നു പുരസ്കാരം. ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനായ അലിസ് ബിയാലിയാറ്റ്സ്കി എന്നൊരു വ്യക്തിക്കും പിന്നെ 2 മനുഷ്യാവകാശ സംഘടനകളായ റഷ്യൻ സംഘടനയായ മെമ്മോറിയലിനും യുക്രൈൻ സംഘടനയായ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമായിരുന്നു പുരസ്കാരം. അടുത്തത് സാഹിത്യ നോബൽ. 2022 സാഹിത്യ നോബൽ ലഭിച്ചത് ആനി എർനോക്സ് എന്ന ഫ്രാൻസ് എഴുത്തുകാരിക്കായിരുന്നു. 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഫ്രഞ്ച് എഴുത്തുകാരിയായ ആനി എർനാക്സിനായിരുന്നു. എഴുത്തിന്റെ വിമോചന ശക്തിയിൽ ആനി വിശ്വസിച്ചിരുന്നതായി നൊബേൽ കമ്മിറ്റി പറഞ്ഞു. അവരുടെ കൃതി താരതമ്യത്തിന് അതീതമാണ്, ലളിതമായ ഭാഷയിൽ എഴുതിയ ശുദ്ധമായ സാഹിത്യമാണെന്നും കമ്മിറ്റി വിലയിരുത്തി. ലിംഗഭേദം, ഭാഷ, വർഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള അസംബന്ധങ്ങളെക്കുറിച്ചാണ് ആനി തന്റെ രചനകളിൽ കൂടുതൽ ഉയർത്തിക്കാട്ടിയത്. ആനി എർനാക്സിന്റെ മിക്കവാറും കൃതികൾ ആത്മകഥാപരമാണ്. 1974 പ്രസിദ്ധീകരിക്കപ്പെട്ട ആത്മകഥാപരമായ നോവൽ കൃതി ക്ലീൻഡ് ഔട്ട് ആണ് ആദ്യ കൃതി. എ മാൻസ് പ്ലേസ്, എ വുമൻസ് സ്റ്റോറി, സിമ്പിൾ പാഷൻ എന്നിവയാണ് ആനി എർനാക്സിന്റെ പ്രധാന കൃതികൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ 2024, 2023, 2022 നോബൽ പുരസ്കാരങ്ങൾ നോക്കി. ഇതിൽ 2024 മാത്രം നല്ല ഓർത്ത് വയ്ക്കുക. 2024 ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. പിന്നെ 2023 ചോദിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. 2024 ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 2024 നമുക്ക് ഒന്നും കൂടി നോക്കാം. വൈദ്യശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് മൈക്രോ RNAയുടെ കണ്ടെത്തലിനും ജീൻ ക്രമപ്പെടുത്തലിനുമായിരുന്നു പുരസ്കാരം. ലഭിച്ച വ്യക്തികൾ വിക്ടർ ആംബ്രോസും ഗാരി റോവ്കിനുമാണ്. US സ്വദേശികളായ വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റോവ്കിൻ എന്നിവർക്കാണ് വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. മൈക്രോ RNAയുടെ കണ്ടെത്തലിനും ജീൻ ക്രമപ്പെടുത്തലിൽ അവ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുമുള്ള പഠനത്തിനാണ് പുരസ്കാരം. പിന്നെ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്
ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡിനുമാണ് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം. പിന്നെ രസതന്ത്ര നോബൽ 3 പേർക്കായിരുന്നു. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ എന്നിവർക്കാണ് രസതന്ത്രത്തിനുള്ള പുരസ്കാരം. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം. അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീൻ്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ ആൽഫഫോൾഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിനാണ് ഡെമിസ് ഹസാബിസിനും ജോൺ ചെമ്പറിനും പുരസ്കാരം. അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം. ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജീൻസ് റോബിൻസൺ എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇത്തവണത്തെ നോബൽ സമ്മാനം. അടുത്തത് സാഹിത്യ നോബൽ. 2024 സാഹിത്യ നോബൽ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ്. ഹാൻ കാങ്ങിൻ്റെ പ്രധാന രചനയാണ് ദ വെജിറ്റേറിയൻ. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് CV ബാലകൃഷ്ണനാണ്. മറ്റു പ്രധാന കൃതികൾ ദ വൈറ്റ് ബുക്ക്, ഹ്യൂമൻ ആക്ട്സ്, ഗ്രീക്ക് ലെസൺസ് എന്നിവയാണ്. സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നിഹോൻ ഹിഡൻക്യോ എന്ന ജാപ്പനീസ് സംഘടനയ്ക്കാണ്. ഈ സംഘടന ഹിബാകുഷ എന്നും അറിയപ്പെടുന്നുണ്ട്. ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് A&H ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻസ് എന്നാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര്. 1956 സ്ഥാപിതമായതാണ് ഈ സംഘടന. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക്